ഇന്ത്യ സഖ്യത്തിൽ പൊട്ടിത്തെറി. DMKയ്ക്ക് പിന്നാലെ തിങ്കളാഴ്ചത്തെ യോഗം ബഹിഷ്കരിക്കാൻ ആലോചനയുമായി CPM-ഉം. പിണറായി വിജയന്റെ വസതിയിലെ ED റെയ്ഡിൽ രാഹുൽ ഗാന്ധിയുടെ മൗനത്തിൽ പ്രതിഷേധിച്ചാണ് നടപടി. പ്രതിപക്ഷ ഐക്യം എല്ലായിടത്തും ഒരുപോലെയാകണമെന്നും CPM നാളെ അവൈലബിൾ PB ചേർന്ന് തീരുമാനമെടുക്കും. CPI-യുടെ ഇന്ന് ചേരുന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിലും സാഹചര്യം ചർച്ചയാകും. രാവിലെ ദില്ലി അജോയ് ഭവനിലാണ് യോഗം. ആദിൽ പാലോട് AKG ഭവനിൽ നിന്നും തത്സമയം ചേരുന്നു. ആദിൽ പാലോട്, അങ്ങനെ DMK എന്തായാലും ഇന്ത്യ മുന്നണി പരിപാടി വിട്ടു. BJP നേതാക്കളുമായിട്ടൊക്കെ സംസാരിച്ചു എന്ന് കേൾക്കുന്നു ഒരു ഭാഗത്ത്. അതിന് വിടാനുള്ള പ്രധാനപ്പെട്ട കാരണം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോൺഗ്രസ് തങ്ങളെ പിന്നിൽ നിന്ന് കുത്തി, അതിനുശേഷം പിന്തുണ TVKക്ക് കൊടുത്തതാണ്, മാന്യതയില്ലാതെ കൊടുത്തത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇതാ CPM-ഉം ഇന്ത്യ മുന്നണിയിലെ യോഗത്തിലേക്കില്ല എന്ന തീരുമാനമാണോ എടുക്കുക? പിണറായി വിജയന്റെ വീട്ടിൽ ED വരാത്തത് എന്തെന്ന് ചോദിച്ച രാഹുൽ ഗാന്ധി പിന്നീട് ED വന്നപ്പോൾ പ്രതികരിച്ചില്ല എന്നതാണോ CPM നേതാക്കൾ പറയുന്നൊരു കാരണം? ചുരുക്കത്തിൽ ഇന്ത്യ മുന്നണി തകർന്ന് തരിപ്പണമായോ? ഇന്ത്യ മുന്നണി തകരുന്നെങ്കിൽ അതിന് പ്രധാന ഉത്തരവാദി കോൺഗ്രസ് തന്നെയാണ് എന്നാണ് CPM നേതാക്കൾ അനൌദ്യോഗികമായി പറയുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായ ചർച്ചകൾ ഇന്നും നാളെയുമായി നടക്കുകയാണ്. 8-ാം തീയതി ദില്ലിയിലാണ് യോഗം വിളിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദില്ലി AKG ഭവനിലാണ്. ഇന്നിപ്പോൾ ഇവിടെ നേതാക്കളൊക്കെ എത്തും. നാളെ ഒരു അവൈലബിൾ പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്നൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അരുൺ പറഞ്ഞത് കൃത്യമാണ്. രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് എന്തുകൊണ്ട് പിണറായി വിജയനെ ED കസ്റ്റഡിയിൽ എടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു. പിന്നീട് ഈ പിണറായി വിജയന്റെ വസതിയിൽ ED റെയ്ഡ് നടത്തിയപ്പോഴും പ്രതിപക്ഷ നേതാവ് എന്ന പരിഗണന പോലും നൽകി ഒരു പ്രതികരണത്തിലേക്ക് പോകാൻ രാഹുൽ ഗാന്ധി തയ്യാറായതുമില്ല, അതിനെ അപലപിക്കാൻ തയ്യാറായതുമില്ല. പ്രതിപക്ഷം ആണെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്നുവെങ്കിൽ, സഖ്യമെങ്കിൽ എല്ലായിടത്തും ഒരേ നിലപാട് സ്വീകരിക്കേണ്ടതില്ലേ എന്ന ചോദ്യമാണ് CPM ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ 8-ാം തീയതി നടക്കുന്ന ഇന്ത്യ സഖ്യ യോഗത്തിലേക്ക് CPM പോകണമോ വേണ്ടയോ എന്നതിൽ ആശയക്കുഴപ്പമുണ്ട്. നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് ചർച്ച ചെയ്യും എന്നാണ് നേതാക്കൾ പറയുന്നത്. ഒപ്പം തന്നെ CPI-യും ഒരു അഭിപ്രായ വ്യത്യാസത്തിലാണുള്ളത്. CPI നേതാക്കളുമായി നമ്മൾ സംസാരിച്ചു. ആനി രാജ അടക്കമുള്ളവർ പറയുന്നത് പുതിയൊരു സാഹചര്യമാണ്. DMK പോയ സാഹചര്യമുണ്ട്, പലയിടത്തും കോൺഗ്രസ് തന്നെ പ്രശ്നമുണ്ടാക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് CPI ദില്ലി അജോയ് ഭവനിൽ CPI ആസ്ഥാനത്ത് ഒരു കേന്ദ്ര അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് CPI-യും തീരുമാനമെടുക്കും. DMKയ്ക്ക് പിന്നാലെ ഒരു പൊട്ടിത്തെറിയിലേക്ക് ഇന്ത്യ സഖ്യം പോകുന്നതാണ് കാണുന്ന കാഴ്ച. ഇതിനൊക്കെ ഉത്തരവാദി കോൺഗ്രസ് എന്ന് നേതാക്കൾ ആവർത്തിച്ചു പറയുകയും ചെയ്യുന്നു. താങ്ക് യു.